വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. SFIയെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വാഹനം തടഞ്ഞാൽ ഇനിയും പുറത്തിറങ്ങും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തന്നെ താമസിക്കുമെന്നും ഗവർണർ കീലേരി അച്ചുവ എന്ന CPM സംസ്ഥാന സെക്രട്ടറി. പ്രകോപനത്തിൽ വീഴില്ലെന്നും ആർഷോ. പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ ഇന്ന് കോഴിക്കോട്ടേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണർക്കെതിരെ ബാനർ. ഗവർണർക്ക് സുരക്ഷ കൂട്ടി സംസ്ഥാന പോലീസ്. സഞ്ചാരപാതകൾ രഹസ്യമാക്കും. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. പോലീസ് തടഞ്ഞു. ആക്രമിച്ചത് കണ്ടില്ലെന്നും പിണറായി വിജയൻ. ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു. അവരെ പോലീസ് തടയുന്നതും കണ്ടു. അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടു നടക്കുന്നുവെന്ന് VD സതീശൻ. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ വാദം പൊളിയുന്നു. സമാന്തര യോഗം ചേർന്നെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ 9 പേർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന്റെ മിനിറ്റ്സ് കേരള വിഷൻ ന്യൂസിന്. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് മഹിളാ മോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധം വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ആരോപിച്ച്. DGPയുടെ വസതിയിലേക്കും മാർച്ച്. പാർലമെന്റ് അതിക്രമം അരാജകത്വം സൃഷ്ടിക്കാനെന്ന് ഡൽഹി പോലീസ്. കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പ്രതിഷേധം നടത്താൻ ശ്രമം നടന്നു. ലളിത് ഫോൺ ഉപേക്ഷിച്ചത് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിൽ. തെളിവെടുപ്പിനായി ലോക്സഭാ അധികൃതരെ സമീപിക്കാനൊരുങ്ങി പോലീസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്ര വിജയം സ്വന്തമാക്കി ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തത് 347 റൺസിന്. ദീപ്തി ശർമ്മയ്ക്ക് 9 വിക്കറ്റ്.